ഹായ് ഫ്രണ്ട്സ്, പ്രശാന്ത് ബ്രീക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ന്യൂസിലൻഡിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇവിടെ വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് മഴയും മഞ്ഞും ഒക്കെ നിറഞ്ഞ ദിവസങ്ങളിലേക്ക് വന്നേക്കാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, നമുക്ക് കുടയുണ്ട്, കോട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം എന്താ പറയുക, ഭയങ്കര കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറത്തിക്കൊണ്ട് പോണ കാറ്റാണ്. നമുക്ക് കുടയൊക്കെ നൂർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 കൂടി കിടന്ന് പറന്നു പോകുന്നുള്ളതാണ്. ഇപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വന്ന വഴിയാണ്. ഭയങ്കര ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഈ ന്യൂസിലൻഡിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എല്ലാം നിറഞ്ഞ ഒരു ജീവിതമാണ് ന്യൂസിലൻഡില്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല തണുപ്പ് വരും. ഇപ്പം ഒരു 10-12 ഡിഗ്രി തണുപ്പിലാണ് ഇപ്പോഴത്തെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മഴയും കാറ്റും ഉണ്ടല്ലോ, അത് നമുക്കൊരിക്കലും നടന്നു പോണവർക്ക് ഒരു രക്ഷയില്ല. കാറിൽ പോണ ആൾക്കാർക്ക് കുഴപ്പമില്ല. നല്ല കാറ്റാണ്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നല്ല കാറ്റായിരിക്കും. ആ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറത്തി കെടുത്തുകൊണ്ട് പോകും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല കാറ്റത്ത് മഴത്തുള്ളികളൊക്കെ കടന്നു പോണത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ അത്ര പോരാ, അതുകൊണ്ടാണ് അതൊന്നും ശരിക്കും കാണാത്തത്. ഇത് ന്യൂസിലൻഡിലെ ഒരു സാധാരണ മഴ ദിവസമാണ്. അത് നോർമൽ, ചുമ്മാ ഒരു ചാറ്റൽ മഴ എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിൽ, അതേപോലെ ചാറ്റൽ മഴയുള്ള സമയമാണിത്. ശരിക്കുള്ള മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. മഴയെ കഴിഞ്ഞും കൂടുതൽ നമുക്ക് പേടിക്കുന്നത് ഈ കാറ്റാണ്. നമുക്ക് ഈ പിള്ളേർക്കൊന്നും ഈ കുടയും സാധനമൊന്നും കൊടുത്ത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല ഈ സമയങ്ങളിൽ. കാരണം പറത്തിക്കൊണ്ട് പോകും. എനിക്ക് തോന്നുന്നു ഒരു 35-40-45 കിലോമീറ്റർ സ്പീഡിലാണ് ഈ കാറ്റ് വീശുന്നത് ഇവിടെ ആ സമയങ്ങളിൽ. പിന്നെ ഇവിടെ ആൾക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് കടന്നു പോവാം. സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ഇതേപോലെ തന്നെ ആൾക്കാർ വന്ന ഡ്രൈവേഴ്സൊക്കെ അത് മാനിക്കുകയും ചെയ്യും. അത് കാരണം കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലല്ലേ റെഡ് ലൈറ്റ് തെളിഞ്ഞാലും കടന്നു പോകണ സ്വഭാവമൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ടെന്നല്ല, ചില നല്ല ഡ്രൈവർമാരെല്ലാം ചെയ്യുന്നതുമുണ്ട്. എല്ലാം അറിഞ്ഞ് അതേപോലെ തന്നെ ചെയ്യുന്ന ഡ്രൈവർമാരും ഉണ്ട്. പക്ഷെ ന്യൂസിലൻഡിൽ അങ്ങനെയല്ല. നമ്മൾ റോഡ് കടന്നു, ഇത്രയും ദൂരം കഴിഞ്ഞു, ഞാൻ റോഡ് ക്രോസ് ചെയ്തു, അതിന് ശേഷമാണ് ഇവിടുത്തെ വണ്ടികൾ പോയി തുടങ്ങുന്നത്. ഒരു വണ്ടി റിവേഴ്സ് എടുക്കുന്നു, ഇവിടെ മുന്നിൽ നിന്ന് തന്നെ വണ്ടി ഒരു ഹോൺ അടിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. അവൻ വെയിറ്റ് ചെയ്യുകയാണ്, അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പം നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ്, വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.